നല്ല ചൂടായിട്ട് ഒരു കപ്പ് കാപ്പി വേണം. ഹലോ, ആ എന്താ രമണി? ആ ആ അതിനെന്താ, നമുക്ക് നാളെ ആശുപത്രി വെച്ച് കാണാം. ഓക്കെ. ഡോക്ടർ വരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മീനാക്ഷി, ഇരിക്കൂ. എന്താ സൂക്കേട്? സൂക്കേടൊന്നുമില്ല. പിന്നെ പറയൂ. എനിക്ക് 5 കുട്ടികളുണ്ട്. അതിന് ഭർത്താവ് കൂലിവേലക്കാരനാ. നിങ്ങൾ രോഗവിവരം പറയണം. ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളെ തന്നെ വളർത്താൻ നിവൃത്തിയില്ല. എന്താ, അബോർഷൻ വേണോ? ഗർഭം അലസിപ്പിക്കാനാണോ വന്നതെന്ന്? എത്ര മാസമായി? 3. അതിനകത്തിരിക്കണം. ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇന്ന് പോകാം. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വന്നാ മതി. ചെല്ലും. സുധാ, എനിക്ക് അബോർഷൻ വേണം. ഹസ്ബൻഡ് ഉണ്ടോ? അൺമാരീഡ് ആണ്. എത്ര മാസം? 2. രമണി, രമണിയാണോ? അല്ലെന്നാണ് വിശ്വാസം. എന്റെ പേരറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. MS ജയമോഹൻ, അഡ്വക്കേറ്റ്. ഇത് സ്ത്രീകളുടെ വാർഡാണ്. അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീയെയും കൊണ്ടുവന്നത്. രമണി, അകത്തേക്ക് വരൂ. ഇവൾക്കൊരു അബോർഷൻ വേണം. 2 മാസം ഗർഭമാണ്. നിങ്ങൾ ഇവരുടെ ഭർത്താവാണോ? അല്ല, രമണിയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് കരുതിയാൽ മതി. അതിന് നിങ്ങൾ ബോയ് അല്ലല്ലോ. ബാലാദേവി ശരിക്കും എന്നെ ഒന്ന് വാരി. ഞാൻ രമണിയുടെ സ്നേഹിതനാണെന്ന് തിരുത്തി പറഞ്ഞേക്കാം. അബോർഷൻ നിയമവിധേയമാണെന്ന് പറഞ്ഞിട്ടും ഈ പെണ്ണിന് വരാനൊരു മടി. നിയമോപദേശം കിട്ടിക്കഴിഞ്ഞു. വേണ്ടതുപോലെ ചെയ്തോളാം. ഞാൻ പോണമായിരിക്കും. പോയേക്കാം. താങ്ക് യു. വരട്ടെ. എന്തെങ്കിലും തരണേ, വല്ലതും തരണേ. നിങ്ങളെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തല്ലേ? അതെ. പിന്നെ എന്തിനാണ് ഇവിടെ ഒക്കെ കറങ്ങുന്നത്? വണ്ടിക്കൂലിക്ക് കാശില്ല. പലരോടും ചോദിച്ചു, ചിലരൊക്കെ തന്നു. വണ്ടിക്കൂലിക്ക് ഇനി എന്തോടെ വേണം? 1.5 രൂപ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. വെച്ചോളൂ. കാപ്പുടിക്കാനും കാശിതിലുണ്ട്. വെക്കോളൂ. വരും, വീട്ടിലിടാം. താങ്ക്സ്. വേണ്ട. വേണ്ട. ഹലോ. ഒരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തായിരുന്നു. ബ്ലഡ് കിട്ടാത്തോണ്ട് മാറ്റി വെച്ചു. എനിക്ക് നോപ്പിയായിരുന്നു. ബാലി ഒരു കാറ് വാങ്ങണം. എനിക്കിപ്പോഴത് ആലോചിക്കാൻ കൂടി വയ്യ ഡോക്ടർ. എന്താ എത്ര പ്രയാസം? ഒരു സഹോദരൻ മാത്രമല്ലേ ഉള്ളൂ. അയാൾക്ക് ഉദ്യോഗം ഉണ്ടല്ലോ. തിലകനെ കുറെ കൂടി നല്ലൊരു നിലയിൽ എത്തിച്ചെങ്കിൽ മാത്രമേ എന്റെ കടമകൾ മുഴുവനാകൂ.
അവനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛനും അമ്മയും മരിച്ചത്. ഞങ്ങളുടെ ഗുരുനാഥൻ നമ്പ്യാര സാറിന്റെ സഹായം കൊണ്ട് ഈ നിലയിലൊക്കെ ആയി. ആ നാട്ടിൽ കുറെ വസ്തുക്കളൊക്കെ ഇല്ലേ? ഞങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി വീടൊഴിച്ച് മറ്റെല്ലാം വിറ്റു. അച്ഛനെയും അമ്മയും സംസ്കരിച്ച പറമ്പ് വിൽക്കുന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ അതും വിൽക്കുമായിരുന്നു. നാടിനെയും വീടിനെയും പറ്റിയുള്ള ഓർമ്മ തന്നെ ദുഃഖമാണ്. ആ മോടെ ബർത്ത്ഡേ പാർട്ടി ഓർമ്മയുണ്ടല്ലോ. ബുൾബുളിന്റെ ജന്മദിനം ഞാൻ മറക്കൂ. പോട്ടെ. തിലകം വന്ന പണിക്കരമ്മാവ വന്നു വന്നു. എന്താ ഇത്ര താമസിച്ചത്? ഇന്ന് രോഗികൾ കൂടുതലായിരുന്നു. അങ്ങനെ ശരീരം നോക്കാതെയുള്ള ചികിത്സയൊന്നും വേണ്ട പറഞ്ഞിരിക്കുന്നു. പലഹാരങ്ങളൊന്നുമില്ലേ ചേച്ചി? ഈ ഇരിക്കുന്നതിന് എന്തുവാ? ഓ, ഒരു ദോശ. രാവിലെയും ദോശ, വൈകിട്ടും ദോശ. മടുത്തു. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരാനേ പറ്റൂ. നല്ല തൃപ്തി ഉണ്ട്, കഴിച്ചാൽ മതി. പണിക്കരമ്മാവ അരിപ്പടി ഇരിപ്പുണ്ടല്ലോ, 2 ഓട്ടട ഉണ്ടാക്കി ഇവന് കൊടുക്ക്. എനിക്കും വേണം. സാധ്യമല്ല. അങ്ങനെ ഇപ്പൊ നിങ്ങൾ രണ്ടും അരത്തിപ്പലഹാരം തിന്നേണ്ട. ഓ, ഒരു കുറ്റം പറച്ചില്. എന്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ നിങ്ങളെ തറവാട്ടി വന്നവനാ. നിങ്ങളുടെ അച്ഛനും അമ്മയും മരിക്കുന്നത് വരെ എന്നെ ഒരു കാര്യത്തിലും കുറ്റം പറഞ്ഞിട്ടില്ല. പണിക്കരമ്മാവ, ഞാൻ കുറ്റം പറഞ്ഞതല്ല. ഞാനോ ചേച്ചിയോ പണിക്കരമ്മനെ കുറ്റം പറയൂ? ഒരിക്കലും ദോശയ്ക്കൊരു ഒഴിവ് കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ. അമ്മാവന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന എന്തും എനിക്ക് അമൃത് പോലെയാ. ചേച്ചിക്ക് വേണമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ ഇത് മുഴുവൻ ഞാൻ തിന്നും. അയ്യോ, അത് കൊള്ളാം, എനിക്ക് വേണം. കൊച്ചിന്റെ അകത്ത് വാശിയും കുസൃതിയും ഇതുവരെ മാറിയിട്ടില്ല രണ്ടുപേർക്കും. നിങ്ങൾ അവിടെ ഇരിക്കെ, ഞാൻ ചുട്ടോണ്ട് വരാം. ഇന്ന് ദോശ മതി. ഞാൻ ദോശ ചുടാനായിട്ട് എത്ര നേരം വേണമെന്ന് അവിടെ എനിക്ക് എപ്പോ നോക്കിട്ട് ചോദിച്ചാൽ. ആ ഇവൾക്ക് കൂടുതൽ അടുപ്പം ഇവളുടെ ആയോടാണ്. ഹലോ ഡോക്ടർ ബാല, വരണം. ഹലോ ബാല, ഇത് മിസ്റ്റർ PP മേനോൻ, ഇത് മിസ്സിസ് മേനോൻ. ഡോക്ടർ നമസ്കാരം. പിന്നെ ഈ കക്ഷിയെ മഴീട്ട് നോക്കിട്ട് കണ്ടിട്ട് 10 പൈസ ഫീസ് തന്നു. അങ്ങനെ എത്ര പേര് പറ്റിക്കുന്നു. ഇപ്പൊ നമുക്കെല്ലാരും കുറേ പോകാൻ പറ്റും. എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട വേണ്ട. ആ ഒരു കാര്യം ചെയ്യും, ഒരു സ്മോൾ അടി. അതിഥികളെ സ്വീകരിക്കാൻ ഒരു ചുണയൊക്കെ വരട്ടെ. അയ്യോ, ഞാൻ ഇവിടെ ഒന്ന് സ്മോൾ അടിക്കുന്നത് സുമിത്ര കണ്ട വഴക്കാവും. ഓ പിന്നെ ആരും കാണില്ല. വേണ്ട വേണ്ട, അപ്പുറത്തേക്ക് വന്ന് എടുക്കോട്ട്. അല്ല, ബാല ഇവിടെ ഇരിക്കുകയാണോ? ഡോക്ടർ ബാലാദേവി. ആ, എനിക്കറിയാം. ബുൾബുളിന് ഞങ്ങൾക്ക് തന്നത് ബാലയാണ്. എനിക്ക് സിസേറിയനായിരുന്നു. ആ ബാലെ, ഇത് അഡ്വക്കേറ്റ് ജയമോഹൻ. പേരെടുത്ത ക്രിമിനൽ വക്കീല. ആരെയെങ്കിലും കൊന്നിട്ട് ഇദ്ദേഹത്തിന്റെ സന്നിധിയിൽ ചെന്നാ മതി, ഇദ്ദേഹം രക്ഷിക്കും. ദുഷ്ടന്മാരെ രക്ഷിക്കുന്ന ആൾ. എന്റെ ക്ലയന്റ് ആകാൻ വേണ്ടി ആരെയും കൊല്ലരുത്. ജയമോഹൻ നേരം പോക്ക് പറയുന്ന മൂഡിലാണ്. ആ, എല്ലാവരും വന്നു കഴിഞ്ഞു. നമുക്ക് ചടങ്ങ് തുടങ്ങാം. മോനെ തിലക, അമ്പലത്തിലെ പ്രസാദമാണ് അരവണ പായസം. കഴിക്ക്. മോന്റെ പിറന്നാളല്ലേ? ബാലമോളെന്താ കഴിക്കാതിരിക്കുന്നത്? കഴിക്കു മോളെ. കഴിക്കൂ കുഞ്ഞുങ്ങളെ. തിലകൻ വരുമോ? വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ വരട്ടെ. മിസ്റ്റർ ജയമോഹൻ, എന്റെ അഞ്ചിത്തെയും കൂട്ടുകാരെയും ഒന്ന് വീട്ടിൽ വിടണം. അതിനെന്താ, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം.
ആ പിന്നെ ആ. പോകുന്ന വഴിക്കാണ് ബാലയുടെ വീട്. ബാലയെ ഒന്ന് വിടണം. ഓഫ് കോഴ്സ്, വൈ നോട്ട്? വേണ്ട സുമിത്രേ, തിലകൻ ഇപ്പൊ വരും. താമസിച്ചെങ്കിലും ജയമോഹൻ അതൊരു ബുദ്ധിമുട്ടല്ല. ശ്യാമളേ, എന്താ ചേച്ചി? നിങ്ങൾ പോകുന്നില്ലേ? പോകണം, ഇന്ന് തന്നെ ചെല്ലണമെന്നാ പറഞ്ഞയച്ചത്. ആ, ജയമോഹൻ വിടും. ബാലയെ വീട്ടിൽ ഇറക്കണം. ഞാൻ തിലകം വന്നിട്ട് പോകാം. ഏതായാലും കാർ ആ വഴിക്കല്ലേ പോകുന്നത്. താമസിക്കണ്ടെന്നേ. ചെല്ലേ. എന്നാ നിങ്ങൾ പൊയ്ക്കോ. ചെല്ലു ബാലേ. എന്തിനാ ഈ പുറകെ കിടന്ന് തള്ളുന്നേ? മുമ്പിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. മാത്രവുമല്ല, എന്നെ വെറും ഒരു ഡ്രൈവർ ആക്കണോ? ചേച്ചി മുമ്പിലിരിക്കൂ. ആ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക്സ്. നന്ദി പറയാൻ വേണ്ടി ഞാനൊന്നും ചെയ്തില്ല. ഞാൻ പുറപ്പെടാൻ തുടങ്ങിയായിരുന്നു ചേച്ചി. വലിയ ഉപകാരം. താമസിച്ചുകൊണ്ട് കുഴപ്പമൊന്നും പറ്റിട്ടില്ല. ബാലയുടെ ബ്രദറാണോ? അതെ, തിലകൻ എന്നാണ് പേര്. ഇദ്ദേഹം അഡ്വക്കേറ്റ് ജയമോഹൻ. ഹലോ. ഹലോ, കേട്ടിട്ടുണ്ട്. കണ്ടതിൽ സന്തോഷം. ആ, മിസ്റ്റർ തിലകൻ എന്ത് ചെയ്യുന്നു? എഞ്ചിനീയറാണ്. ആ, കയറിയിരിക്കണം. ബാലക്കില്ലാത്ത ലോകം തിലകനുണ്ട്. ഏതായാലും ഇപ്പൊ കയറിയിരിക്കുന്നില്ല. ഇവരെ കൊണ്ട് വീട്ടിൽ വിടാനുണ്ട്. ഇനിയും കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചേച്ചി, എനിക്ക് ഫെലോഷിപ്പ് കിട്ടി. അമേരിക്കയിൽ ഉപരിപഠനം നടത്താനുള്ള സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട്. ഭഗവാനെ, എന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി. പണിക്കരമാവാ, എന്താ കുഞ്ഞേ? ഗവൺമെന്റ് ചെലവിൽ ഞാൻ അമേരിക്കയിൽ പോയി പഠിക്കാൻ പോകുന്നു. വേണ്ട, അങ്ങനെ പോകണ്ട. പോകാനൊക്കത്തില്ല. ഞാൻ അമേരിക്കയിൽ പോയി പഠിച്ചു വലിയവനാകുന്നത് ഇഷ്ടമല്ലേ? വലിയവനാകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഈ പെൺകുട്ടിയെ ഒറ്റയ്ക്കാക്കിയിട്ട് നാളെ വിട്ടു പോവാനോ? കണ്ടോ, തിലക കുഞ്ഞ് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ അതിന് സങ്കടം വന്നു. തിലകൻ അമേരിക്കയിൽ പോയി പഠിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പണിക്കരമ്മാവ. പിന്നെ സങ്കടപ്പെടുന്നു. ഞാൻ അച്ഛനെ അമ്മയെ ഓർത്തു. തിലകന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കേണ്ടവർ ഇല്ലാതെ പോയല്ലോ എന്നോർത്തുപോയി. അതിന് കുഞ്ഞുങ്ങളെ വിഷമിക്കണ്ട. നിങ്ങളുടെ അച്ഛനും അമ്മയും സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിക്കായിരിക്കും. പണിക്കരമാവൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ചേച്ചി തനിച്ചാക്കിയിട്ട് പോകണം. അതെയോ? തനിച്ചോ? ബാലക്കുഞ്ഞ് തനിച്ചാവണമെങ്കിൽ ഈ പണിക്കരമാവൻ ചാവണം. പിന്നെ കാപ്പിക്ക് പലഹാരം വേണ്ടി രണ്ടുപേരും ഉണ്ടായി കഴിച്ചോണം. എന്നെ കൊണ്ട് പറ്റേ? അതെന്താന്ന് ചോദിച്ചാ പറ്റല്ല, അത്ര തന്നെ. എനിക്കിന്ന് അമ്പലത്തിൽ പോണം, ഒരു വഴിപാട് നടത്തണം. നിങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം വഴിപാട് നടത്തിയത്. ഞാൻ തനിച്ചാണെന്നോർത്ത് നീ വിഷമിക്കണ്ട. സന്തോഷമായി പോണം. അനുജനെ പഠിപ്പിച്ച് മിടുക്കനാക്കണമെന്ന് മാത്രമേ ചേച്ചി ഇതുവരെ ചിന്തിച്ചിട്ടുള്ളൂ. ചേച്ചിക്കിപ്പോ 28 വയസ്സായി. നീ സമാധാനമായി പോയിട്ട് വാ. ഏതായാലും നീ പോകുന്നതിന് മുമ്പ് ഒരാളെ കണ്ടുപിടിക്കാൻ സാധിക്കില്ലല്ലോ. ഞാൻ അനുജനാണെങ്കിലും പുരുഷനാണ്. ചേച്ചിയുടെ ഭാവിയെ പറ്റി ഞാനല്ലാതെ ആര് ചിന്തിക്കും? അതിനൊക്കെ അവസരമുണ്ട്. ഇപ്പോൾ നീ യാത്ര തിരിക്കുന്ന കാര്യത്തെപ്പറ്റി മാത്രം ആലോചിച്ചാൽ മതി.
നമുക്കാരുമില്ലെന്ന് വിചാരിക്കണ്ട. നമുക്ക് പണിക്കരമ്മവനുണ്ട്, നമ്പ്യാർ സാറുണ്ട്. ആ, നീ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരുമിച്ച് പോയി നമ്പ്യാർ സാറിനെ കാണണം. സാറിനെയും മകളെയും കണ്ടിട്ട് വളരെ നാളായി. നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് പോകാം. അല്ല, ഇതാരൊക്കെയായി വന്നിരിക്കുന്നേ? മോളെ പ്രിയേ, ഇതാരായി വന്നിരിക്കുന്നത് നോക്കിക്കേ. വരും വരും, കണ്ടിട്ട് കുറെ നാളായി. ഞാൻ വിചാരിച്ചു ഞങ്ങളെയൊക്കെ മറന്നു. സാറിനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? അച്ഛൻ മരിക്കുന്ന സമയത്ത് അടുത്തുണ്ടായിരുന്ന ബന്ധുക്കളൊന്നുമല്ല അച്ഛൻ ഞങ്ങളെ ഏൽപ്പിച്ചത്, സാറിനെയാണ് ഏൽപ്പിച്ചത്. സാറ് ആ കടമ നിറവേറ്റുകയും ചെയ്തു. ഇരിക്കെ ആ, സാർ, കുറച്ച് ഓറഞ്ച്. എനിക്കൊന്നുമില്ല ഏട്ടാ, നിനക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ. അയ്യേ, ചേച്ചി തരുന്നത് വലത് കൈ നീട്ടി വാങ്ങണം. നിങ്ങളെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അറിയിക്കാതിരുന്നതാണ്. കുറച്ചുനാൾ മുമ്പ് ഇതിനടുത്തൊരു ബസ് അപകടം ഉണ്ടായി. പത്രങ്ങളിൽ വായിച്ചിരിക്കുമല്ലോ. പ്രിയയും ആ ബസ്സിലുണ്ടായിരുന്നു. 13 പേർ ആ അപകടത്തിൽ മരിച്ചു. ഭാഗ്യത്തിന് പ്രിയയുടെ വലത് കൈ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. അവൾക്ക് നല്ലൊരു വിവാഹാലോചന ഉറച്ചു വന്നതാണ്. കൈയില്ലാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ചെറുപ്പക്കാരാരെങ്കിലും തയ്യാറാവുമോ? സാറിങ്ങനെ നിരാശപ്പെടരുത്. ഒരു കൈക്ക് സ്വാധീനമില്ലാത്തത് കൊണ്ട് പ്രിയയ്ക്കൊരു നല്ല വിവാഹം കിട്ടിക്കൊടുന്നില്ല.